മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കണ്ടറിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന CSIR CFTRI അഥവാ CSIR സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മൈസൂർ. CSIR CFTRIനെ കുറിച്ച് മെജോറിറ്റി ആളുകളും ഒരു തവണയെങ്കിലും കേട്ടിട്ടുണ്ടാവും. എസ്പെഷ്യലി നമ്മളൊരു ലൈഫ് സയൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സയൻസ് ഫീൽഡിലുള്ള UG PG കോഴ്സുകൾ പെർസ്യൂ ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഒരുപാട് റിസർച്ച് ഏരിയാസും അതുപോലെ തന്നെ ഇന്നോവേറ്റീവായിട്ടുള്ള പ്രോജക്ട്സും ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഡെസർട്ടേഷൻ ഓപ്പർച്യൂണിറ്റീസും ഒക്കെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ രാജ്യത്തെ ഒരു പ്രസ്റ്റീജിയസ് ആൻഡ് പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് CSIR സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. സോ ഇവർ നിരവധി ഇൻറ്റേൺഷിപ്പുകളും അതുപോലെ തന്നെ പ്രോജക്റ്റ് ഓപ്പർച്യൂണിറ്റീസും ഒക്കെ നൽകുന്നതിന് പുറമെ ഒരുപാട് പ്രോജക്റ്റ് പൊസിഷൻസും അതുപോലെ തന്നെ ടെമ്പററി ആസ് വെൽ ആസ് പെർമനൻറ്റ് റിക്രൂട്ട്മെൻറ്റ്സും നിരവധി പോസ്റ്റുകളിലോട്ട് നടത്താറുണ്ട്. സോ കറൻ്റ്ലി അവർ ഒരു പോസ്റ്റിലോട്ട് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുണ്ട്. ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് പോസ്റ്റിലോട്ടാണ് നിലവിൽ അവരുടെ ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് ഓൺഗോയിങ് ആയിട്ടുള്ളത്. സോ ഈ ഒരു പെർട്ടിക്കുലർ പോസ്റ്റിലുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ യു വാച്ചിങ് സൈഹ ഇൻഫോ. ഇതുപോലത്തെ മോർ ഇൻഫർമേഷൻസ് അപ്ഡേറ്റ്സ് എല്ലാം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ യൂസ്ഫുൾ ആകുമെന്നുള്ളവർക്ക് എല്ലാവർക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ഈ ഒരു പെർട്ടിക്കുലർ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മൾ CSIR CFTRIയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് അവരുടെ ഹോം ടാബിൽ റിക്രൂട്ട്മെൻറ്റ് സെക്ഷനിൽ പോകുന്നു. സോ അവിടെ വരുന്ന ആദ്യത്തെ റിക്രൂട്ട്മെൻറ്റ് തന്നെ അഥവാ അഡ്വർടൈസ്മെൻറ്റ് നമ്പർ 03/2025 ഫസ്റ്റ് പോസ്റ്റ് തന്നെയാണ് ഈ ഒരു ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് പോസ്റ്റിലോട്ട് ഉള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു PDF നമുക്ക് കിട്ടും. സോ ഇതൊരു ലെങ്തിയർ PDF ആണ്. നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോകാം. അല്ലാത്ത കാര്യങ്ങളെല്ലാം ഏകദേശം മറ്റെല്ലാ റിക്രൂട്ട്മെൻറ്റ്സും കാര്യങ്ങളിലുള്ള ടേംസ് കണ്ടീഷൻസ് അതുപോലെ തന്നെ നോർമൽ പ്രൊസീജിയേഴ്സ് എല്ലാമാണ്. സോ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് ചെക്ക് ചെയ്യാം. സോ അഡ്വർടൈസ്മെൻറ്റ് നമ്പർ ഇവരവിടെ കൊടുത്തിട്ടുണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് പോസ്റ്റിലോട്ടുള്ള റിക്രൂട്ട്മെൻ്റ് ആണെന്നും പറഞ്ഞു. ഓൾറെഡി ഈ ഒരു പെർട്ടിക്കുലർ അഡ്വർടൈസ്മെൻറ്റ് April 10 ഔട്ട് ചെയ്ത ഒരു അഡ്വർടൈസ്മെൻ്റ് ആണ്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് May 10 ആണ്. ഈ മാസം 10-ാം തീയതിയാണ്. അത് ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ കാലാവധിയാണ് May 10 എന്ന് പറയുന്നത്. നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ടോടും അതിൻ്റെ ഒപ്പം നമ്മുടെ എല്ലാ സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ് ഉൾപ്പെടെ ഇതിൻ്റെ ഒരു ഹാർഡ് കോപ്പി നമ്മൾ ഓഫ്ലൈനായിട്ട് CFTRIയിലോട്ട് സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അത് ലാസ്റ്റായിട്ട് റിസീവ് ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 19th May 2025 ആണ്. ദെൻ അതുപോലെ തന്നെ അവരുടെ എക്സാംസ് സ്കെഡ്യൂൾ കാര്യങ്ങളെല്ലാം June July ആ ഒരു ടൈമിലായിരിക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അത് ടെൻറ്റേറ്റീവ്ലി ദേ വിൽ ഇൻഫോം. ദെൻ ഡിക്ലറേഷൻ ഓഫ് ദി റിസൾട്ട് എന്ന് പറയുന്നതും അവർ July 25 ആണ് മെൻഷൻ ചെയ്യുന്നത്. വിച്ച് ഈസ് നോട്ട് ഷുവർ, ഇറ്റ് ഈസ് ടെൻറ്റേറ്റീവ്, വിൽ ബി ഇൻഫോംഡ് ലേറ്റർ. ഓക്കെ, ദെൻ ഇവിടെ പോസ്റ്റും അതിൻ്റെ കോഡ് അതുപോലെ തന്നെ നമ്പർ ഓഫ് പോസ്റ്റ്, റിസർവേഷൻ ഉണ്ടെങ്കിൽ അത്, പേ സ്കെയിൽ എല്ലാം പറയുന്നുണ്ട്. ഇവിടെ നിലവിൽ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് പോസ്റ്റിലോട്ട് 6 ഡിഫറെൻറ്റ് പോസ്റ്റ് കോഡായിട്ടാണ് അവർ പോസ്റ്റ് നെയിം മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതിൽ ഓരോ പോസ്റ്റിലും വേക്കൻസീസ് ഉണ്ട്. അറൗണ്ട് 17 വേക്കൻസീസ് ആണ് ഉള്ളത്. ഓരോ പോസ്റ്റിലും റിസർവേഷൻ കാറ്റഗറീസിൻ്റെ നമ്പേഴ്സ് എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് PDF ചെക്ക് ചെയ്യാവുന്നതാണ്. PDFൻ്റെ ലിങ്കും അതുപോലെ തന്നെ വെബ്സൈറ്റ് ലിങ്കും ആപ്ലിക്കേഷൻ ലിങ്ക് എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. സോ യു ക്യാൻ ആക്സസ് ഫ്രം ദർ. സോ TA01 to TA06 അങ്ങനെ 6 ഡിഫറെൻറ്റ് കോഡിലായിട്ട് ടോട്ടൽ 17 വേക്കൻസീസ്. സോ ഓരോ കാറ്റഗറിയിലുള്ള വേക്കൻസി എത്രയാണ്, റിസർവേഷൻ വൈസുള്ള വേക്കൻസി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ദെൻ പേയ്മെൻറ്റ് സ്കെയിൽ പറയുന്നുണ്ട്. പേയ്മെൻറ്റ് സ്കെയിൽ എന്ന് പറയുന്നത് ലെവൽ 06 ആണ്. സോ 35,400 രൂപ മുതൽ 1,12,400 രൂപ വരെയാണ് ഈ ഒരു പേ സ്കെയിൽ എന്ന് പറയുന്നത്. സോ അറൗണ്ട് 64,740 റുപ്പീസ് ആയിരിക്കും ഒരു അപ്രോക്സിമേറ്റ് കാര്യങ്ങളെല്ലാം വരും. പിന്നെ അതിൽ നമ്മുടെ അലവൻസ് അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ TAD കാര്യങ്ങളെല്ലാം വെച്ചിട്ട് അതിനനുസരിച്ച് ഡിഫറൻസ് ഉണ്ടാവും. സോ പോസ്റ്റ് കോഡ് എല്ലാത്തിൻ്റെതും കോഡ് മാത്രമേ ഡിഫറൻ്റ് ഉള്ളൂ, പൊസിഷൻ എല്ലാം സെയിം ആണ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്. അതുകൊണ്ടാണ് നമ്മൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പോകാത്തത്. ദെൻ മാക്സിമം ഏജ് ലിമിറ്റ് അല്ലെങ്കിൽ അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 28 ഇയേഴ്സ് അഥവാ 28 വയസ്സാണെന്നുള്ളത് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഇത്രയാണ് അതിൻ്റെ നോർമൽ മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. സോ റിസർവേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. ദെൻ ഓരോ പോസ്റ്റിലോട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ചോദിക്കുന്നുണ്ട്. സോ TA01 എന്ന് പറയുന്ന പോസ്റ്റിലോട്ട് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് അവർ എസെൻഷ്യൽ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത്. അതൊന്നെങ്കിൽ 3 വർഷം റെഗുലറായിട്ട് ചെയ്തിട്ടുള്ള ഡ്യൂറേഷനുള്ള ഒരു ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് 60% മാർക്കാവാം. എക്സ്പീരിയൻസ്
2 years അവിടെ ചോദിക്കുന്നുണ്ട്. ഇതിൽ എക്സ്പീരിയൻസ് കുറവുള്ളതോ അല്ലെങ്കിൽ ചോദിക്കാത്തതായ പോസ്റ്റുകളുണ്ട്. സോ നമുക്കതും കൺസിഡർ ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫോർ 2 years ഡ്യൂറേഷൻ, അതായത് 2 വർഷത്തെ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആവാം. 60% മാർക്ക് വേണം. അതുപോലെ തന്നെ 2 years എക്സ്പീരിയൻസും ആവാം. ദെൻ TA02 എന്ന് പറയുന്ന ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് പൊസിഷനിലോട്ട് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ടെക്നോളജി, ഇൻഫർമേഷൻ ടെക്നോളജി എക്സെട്ര അങ്ങനെയുള്ള കമ്പ്യൂട്ടർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് അവർ ഓപ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ് എന്നുള്ളത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ദെൻ TA03 എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് എഞ്ചിനീയറിംഗ് ഏരിയയിലാണ് TA03 എന്ന് പറയുന്ന ടെക്നിക്കൽ പോസ്റ്റിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. അതിൽ എസെൻഷ്യൽ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എക്സെട്ര. ദെൻ TA04 ഫുഡ് സയൻസ് ആൻഡ് ഫുഡ് ടെക്നോളജി ഏരിയയിലുള്ള ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് പൊസിഷനാണ്. സോ അതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BSc ഇൻ ഫുഡ് സയൻസ്, ഫുഡ് ടെക്നോളജി, ഫുഡ് സയൻസ് ആൻഡ് ന്യൂട്രീഷൻ അങ്ങനെയുള്ള കോഴ്സുകളാണ്. എല്ലാ കോഴ്സുകളിലും 60% മാർക്കാണ് അവർ ഓപ്റ്റ് ചെയ്യുന്നത്. ദെൻ TA05 മൈക്രോബയോളജി ഏരിയ റിലേറ്റഡ് ആണ്. സോ BSc ഇൻ മൈക്രോബയോളജി ഓർ ഇക്വലൻറ്റ് കോഴ്സസ് ആണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ TA06 എന്ന് പറയുന്നത് കെമിസ്ട്രി ഏരിയയിലുള്ളതാണ്. സോ BSc ഇൻ കെമിസ്ട്രി ഓർ ഇക്വലൻറ്റ് കോഴ്സസ് ആണ്. സോ ഈ ലാസ്റ്റ് വന്ന കോഴ്സസിലെല്ലാം 60% മാർക്കും അതുപോലെ തന്നെ 1 year എക്സ്പീരിയൻസ് ഇൻ റിലവൻറ്റ് ഡിസിപ്ലിനുമാണ് ചോദിക്കുന്നത്. ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഐദർ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ നിന്നിട്ടുള്ള പ്രോജക്റ്റ് എക്സ്പീരിയൻസോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അതാകാം. അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ ആയിട്ടുള്ള റിലേറ്റഡ് ഇൻഡസ്ട്രി ഒരു ഏരിയയിൽ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നാലും കുഴപ്പമില്ല എന്നുള്ളത് പറയുന്നുണ്ട്. ദെൻ ആസ് യൂഷ്വൽ നമ്മുടെ ഏജ് റിലാക്സേഷൻ അതുപോലെ തന്നെ റിസർവേഷൻ അതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ PDF ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ദെൻ സെലക്ഷൻ പ്രൊസീജിയർ പറയുന്നുണ്ട്. സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് ട്രേഡ് ടെസ്റ്റ് എന്ന് പറയുന്ന ഫസ്റ്റ് ടെസ്റ്റ് ഉണ്ട്. സോ പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3 എന്ന് ഇങ്ങനെ 3 പേപ്പറാണ് ഈ ഒരു പെർട്ടിക്കുലർ ടെസ്റ്റിനുള്ളത്. നിങ്ങൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഒരു ടെസ്റ്റിന് നിങ്ങൾ അപ്പിയർ ആവുകയാണെങ്കിൽ പേപ്പർ 1 നിങ്ങൾ പാസ്സാവണം. പേപ്പർ 1 നിങ്ങൾ പാസ്സായാൽ മാത്രമേ നിങ്ങളുടെ പേപ്പർ 2 ആൻഡ് പേപ്പർ 3 സെക്ഷനിലോട്ട് നിങ്ങൾ പോവുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ പേപ്പർ വാല്യുവേറ്റ് ചെയ്യുള്ളൂ. സോ പേപ്പർ 1 നിങ്ങൾ പാസ്സാവുകയാണെങ്കിൽ പേപ്പർ 2 പേപ്പർ 3 വാല്യുവേറ്റ് ചെയ്യും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എലിമിനേറ്റ് ആവും. ദെൻ ഫൈനൽ മെറിറ്റ് എന്ന് പറയുന്നത് പബ്ലിഷ് ചെയ്യുന്നത് ഈ പേപ്പർ 2 ആൻഡ് പേപ്പർ 3 ടെസ്റ്റിൻ്റെ മാർക്ക് ബേസ് ചെയ്തിട്ടായിരിക്കും എന്നുള്ളത് പറയുന്നത്. സോ ഈ ഒരു എക്സാമിനേഷൻ പാറ്റേണിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പാറ്റേണും അതുപോലെ തന്നെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ആയിട്ട് വരുന്നുണ്ട്. സോ അത് നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. സോ ഈ ഒരു പെർട്ടിക്കുലർ ട്രേഡ് ടെസ്റ്റിൻ്റെ സ്കീം അവരിവിടെ കൊടുത്തിട്ടുണ്ട്. മോഡ് ഓഫ് എക്സാമിനേഷൻ പറഞ്ഞിട്ടുണ്ട്. OMR ബേസ്ഡാണ്, അഥവാ കമ്പ്യൂട്ടർ ബേസ്ഡ് ഒബ്ജക്റ്റീവ് ടൈപ്പ് MCQ ക്വസ്റ്റ്യൻസ് ആണ്. മീഡിയം ഓഫ് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി 2 ഭാഷയിലും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുന്നതാണ്. ദെൻ സ്റ്റാൻഡേർഡ് ഓഫ് എക്സാം ഡിപ്ലോമ ഓർ ഗ്രാജുവേഷൻ ലെവലായിരിക്കും. ഇതിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ലെവൽ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 200 ആണ്. അതുപോലെ തന്നെ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 3 hours ആയിരിക്കും. സോ പേപ്പർ 1ന് 1 hour ആണ് അലോട്ടഡ് ആയിട്ടുള്ള ടൈം. അതിൻ്റെ സബ്ജക്റ്റ് മെൻ്റൽ എബിലിറ്റി ടെസ്റ്റാണ്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 50, മാക്സിമം മാർക്സ് എന്ന് പറയുന്നത് 100. അതിന് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കില്ല. ഓക്കെ, സോ ഈ ഒരു പെർട്ടിക്കുലർ ടെസ്റ്റിൽ നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ പേപ്പർ 2 ആൻഡ് പേപ്പർ 3 ഇവാലുവേറ്റ് ചെയ്യുള്ളൂ. എന്നാൽ മാത്രമേ നിങ്ങൾ ഈ ഒരു പൊസിഷനിലോട്ട് കൺസിഡർ ചെയ്യപ്പെടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പേപ്പർ 1 തന്നെ എലിമിനേറ്റ് ആവുന്നതാണ്. ദെൻ പേപ്പർ 2 2 സബ്ജക്റ്റ് ഉണ്ട്. ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷ് ലാംഗ്വേജും. രണ്ടിലും 25 ഈച്ച് ക്വസ്റ്റ്യൻസ്, 75 മാർക്സാണ് ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത്. ഓരോ നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും ഓരോ റോങ് ആൻസേഴ്സിനും. ദെൻ പാർട്ട് 3 എന്ന് പറയുന്നത് ഒറ്റ സബ്ജക്റ്റാണ്. കൺസേൺഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ഏത് ഏരിയയിലാണോ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് പോസ്റ്റ് ഉള്ളത് ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പറയുന്നത് 100 ആണ്. അതുപോലെ തന്നെ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 300 ആണ്. 1 നെഗറ്റീവ് മാർക്ക് ഉണ്ടാവും ഓരോ റോങ് ആൻസേഴ്സിനും. ഓക്കെ, ദെൻ ഇവിടെ ഹൗ ടു അപ്ലൈ എന്നുള്ള കാര്യങ്ങൾ അവർ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഇൻ ബിറ്റ്വീൻ ചില കാര്യങ്ങളൊക്കെ പറയുന്നത് നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ടാണ് നമ്മളവിടെ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യാത്തത്. അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റ് അവരോട് കൊടുത്തിട്ടുണ്ട്. ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള https://cftri.res/in അവരുടെ റിക്രൂട്ട്മെൻറ്റ് പോർട്ടൽ. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഈ PDF-ൻ്റെ ലിങ്ക് ഉണ്ടായിരിക്കും, അതിൽ നിന്നും ആക്സസ് ചെയ്യാവുന്നതാണ്. സോ ആ ഒരു പെർട്ടിക്കുലർ പോർട്ടൽ വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോട്ടോ, സിഗ്നേച്ചർ, അതുപോലെ തന്നെ വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കയ്യിൽ വെക്കണം എന്നുള്ളത് അവർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് May 10th ആണ് ലാസ്റ്റ് ഡേറ്റ്. ഹാർഡ് കോപ്പി CFTRIയിൽ എത്തേണ്ടുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് May 19th ആണ്. സോ അതെല്ലാം ശ്രദ്ധിക്കുക. അപ്ലിക്കേഷൻ ഫീ
അപ്ലിക്കബിൾ ആയിട്ടുള്ള കാറ്റഗറീസിന് 500 റുപ്പീസാണ് അപ്ലിക്കേഷൻ ഫീ എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മുടെ ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് നമ്മുടെ കയ്യിൽ എടുത്തു വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് അലോങ് വിത്ത് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് നമുക്ക് എന്ത് ചെയ്യണം, ഇവരുടെ ഒഫീഷ്യൽ അഡ്രസ്സിൽ CFTRIയിലോട്ട് സെൻഡ് ചെയ്യേണ്ടതുണ്ട്. ആ സെൻഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് മെയ് 19 മുന്നേ CFTRIയിൽ എത്തുമെന്ന്. സോ അതിനനുസരിച്ച് എത്രയും പെട്ടെന്ന് മെയ് 10 മുന്നേ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇതിന് വില്ലിങ് ആണെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് അത് സ്പീഡ് പോസ്റ്റ് വഴി അയക്കുക. സോ എന്തൊക്കെയാണ് നമ്മുടെ ഈ സ്പീഡ് പോസ്റ്റ് അയക്കുന്ന സമയത്ത് ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ടിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ 500 റുപ്പീസ് അപ്ലിക്കബിൾ ആയിട്ടുള്ളവർക്ക്, ഫീ അപ്ലിക്കബിൾ ആയിട്ടുള്ളവർ 500 റുപ്പീസ് പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടാവും. അതിൻ്റെ ഈ റെസിപ്റ്റ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ റെഫറൻസ് വെക്കണം. അതുപോലെ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വെക്കണം, നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ കൊടുത്ത അതേ ഫോട്ടോ. അതുപോലെ തന്നെ സിഗ്നേച്ചറിൻ്റെ ഒരു കോപ്പി വേണം, നമ്മൾ ആപ്ലിക്കേഷനിൽ കൊടുത്ത സെയിം സിഗ്നേച്ചർ. അതുപോലെ തന്നെ നമ്മുടെ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ്, ദെൻ ഹയർ സെക്കൻഡറി അത്തരത്തിലുള്ള സപ്പോർട്ടിംഗ് ആയിട്ടുള്ള അക്കാഡമിക് ഡോക്യുമെൻറ്റ്സ്. ദെൻ നമ്മൾ UG PG മാർക്സ് അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നിടത്ത് CGPA കൺവേർഷൻ എന്തെങ്കിലും ഫോർമുലാസ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി ഫോർമുലാസ് ഏതാണെന്ന് വെച്ചാൽ അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കൊടുക്കണം. ദെൻ അതുപോലെ തന്നെ എക്സ് സർവീസ്മെൻ, അതുപോലെ തന്നെ നമ്മൾ കാസ്റ്റ് വൈസ് അല്ലെങ്കിൽ റിലീജിയൻ വൈസ് അല്ലെങ്കിൽ പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി, അങ്ങനെ OBC NCL അത്തരത്തിലുള്ള എന്തെങ്കിലും റിസർവേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഹാജരാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി അത് ആപ്ലിക്കേഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. സോ അത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റ്സ് ഏതൊക്കെയാണോ അതും നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു പെർട്ടിക്കുലർ പ്രിൻ്റ് ഔട്ടിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് CFTRIയിലോട്ട് ഹാർഡ് കോപ്പി സെൻഡ് ചെയ്യണം. സോ ഈ ഒരു PDF-ൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർക്ക് അത് അവിടെ നിന്ന് ആക്സസ് ചെയ്തിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കാര്യങ്ങളുടെ എല്ലാ ലിങ്കും അവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. സോ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളിടയിൽ നോട്ടിഫിക്കേഷനിൽ ഉള്ളതുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. സോ നിങ്ങൾ വില്ലിംഗ് ആണ്, നിങ്ങൾ ക്വാളിഫൈഡ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. ഒരു പെർമനൻറ്റ് പൊസിഷനാണ് വിത്ത് ഗുഡ് സാലറി. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആവുന്നുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.